പുരസ്കാരങ്ങളുടെയും അംഗീകാരങ്ങളുടെയും നിറവിലും വിശ്രമത്തിനിട നൽകാതെ തൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന തിരക്കിലാണ് പ്രമുഖ സാഹിത്യകാരനും നാടകകൃത്തുമായ എച്ച്.എസ്.പി. എച്ച്.എസ്.പി. എന്ന മൂന്നക്ഷരത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ്റെ പുസ്തകങ്ങളും നാടകങ്ങളും ആവേശപൂർവ്വം ആസ്വദിക്കുന്ന യുവാക്കളിലും മധ്യവയസ്കരിലും എഴുത്തുകാരനെ തിരിച്ചറിയുന്നവരിൽ അഭിമാനവും നിറയുന്നു. കാരണം എച്ച്.എസ്.പി. എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനാണ്. തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽ കൂടിയായ പ്രൊഫസർ ഡോക്ടർ എച്ച് സദാശിവൻ പിള്ള എന്ന തങ്ങളുടെ ഗുരുനാഥനാണ് എച്ച്.എസ്.പി. എന്നറിയാതെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ആസ്വദിക്കുന്നവരും ഏറെയാണ്. അധ്യാപകനായും എച്ച്.ഒ.ഡിയായുമൊക്കെ ജോലി ചെയ്യുമ്പോഴും സാഹിത്യ സൃഷ്ടികളും നാടകരചനയും ഡോക്ടർ എച്ച് സദാശിവൻ പിള്ളയ്ക്കൊപ്പമുണ്ടായിരുന്നു. രചിച്ച നാടകങ്ങളിൽ 99% അരങ്ങിലെത്തിച്ച എഴുത്തുകാരൻ എന്ന ബഹുമതിയും ഡോക്ടർ എച്ച്.എസ്.പിക്ക് അവകാശപ്പെടാവുന്നതാണ്. കാരണം എച്ച്.എസ്.പിയുടെ നാടകങ്ങൾ എഴുതി പൂർത്തിയാക്കുവാൻ അക്ഷമരായി കാത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളുമായിരുന്നു. എച്ച്.എസ്.പിയുടെ നാടകങ്ങൾക്ക് നടീനടന്മാരായും സംവിധായകരായും ഗായകരായും രംഗപട നിർമ്മാതാക്കളായും പ്രവർത്തിച്ചവരെല്ലാം ഇന്ന് നാടക സിനിമാ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. നാടകങ്ങൾക്ക് പുറമെ എച്ച്.എസ്.പിയുടെ സാഹിത്യ സൃഷ്ടികളും ആസ്വാദക ലക്ഷങ്ങൾ ആവേശപൂർവ്വം സ്വീകരിച്ചു. ഇതിനകം ഡോക്ടർ എച്ച് സദാശിവൻ പിള്ളയെ തേടിയെത്തിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നൂറുകണക്കിനാണ്. പൊതുപ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്ന ഡോക്ടർ എച്ച്.എസ്.പി. തൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനുള്ള ഒരുക്കത്തിലാണ്. പുതിയ പുസ്തകമായ യമനം ശനിയാഴ്ചയാണ് പുറത്തിറങ്ങുകയെന്ന് ഡോക്ടർ എച്ച്.എസ്.പി. പറയുന്നു. നാടകങ്ങളുടെ ഒരു സമാഹാരമാണ് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രകാശന കർമ്മം എറണാകുളത്ത് ചാവറ കൾച്ചറൽ സെൻ്ററിൽ വെച്ച് പ്രസിദ്ധ നാടകകൃത്തും നാടക സംവിധായകനും എഴുത്തുകാരനുമായി അക്കാദമി ജേതാവുമായ ശ്രീ ടി.എം. എബ്രഹാം സാറാണ് നിർവഹിക്കുന്നത്. അത് ഏറ്റുവാങ്ങുന്നത് പ്രസിദ്ധ എഴുത്തുകാരനായ വൈക്കം മുരളി സാറാണ്. ഇന്ന് അവിടെ ഒരു നല്ല സദസ്സ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ചവറ കൾച്ചറൽ സെൻ്റർ എന്ന് പറയുന്നത് എറണാകുളത്തെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. അവിടെ വച്ചാണ് എൻ്റെ ഈ പുസ്തകം പ്രസാദനം ചെയ്യുന്നത്. എറണാകുളം ചവറ കൾച്ചറൽ സെൻ്ററിൽ നാടകകൃത്തും സംവിധായകനുമായ ടി.എം. എബ്രഹാമാണ് യമനത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത്. പി.ആർ. സുരേഷ്, ഫാദർ അനിൽ ഫിലിപ്പ്, വൈക്കം മുരളി, ആർ.എസ്. കുറുപ്പ്, സി.പി. വേണു, ജയകുമാർ കലൂർ, കെ.വി. പ്രദീപ് കുമാർ, കെ.പി. അപ്പച്ചൻ തുടങ്ങി സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.